DCCയുടെ കർശന നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമതർ കളം നിറഞ്ഞ് കളിക്കുന്നു. വാർഡ് കമ്മിറ്റികളുടെ അഭിപ്രായം അവഗണിച്ച് ഗ്രൂപ്പ് മാനേജർമാർ നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് വിമതരുടെ പടയോട്ടം. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ വിമതർക്കൊപ്പം നിലയുറപ്പിച്ചതും നേതൃത്വത്തിന് തലവേദനയായി. തിരുവനന്തപുരത്തെ 24 കോർപ്പറേഷൻ വാർഡുകളിലാണ് വിമതർ കോൺഗ്രസിന് തലവേദനയായിട്ടുള്ളത്. കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളെ അവഗണിച്ച് ഗ്രൂപ്പ് പരിഗണന വെച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതോടെയാണ് വിമതർ കൂട്ടത്തോടെ രംഗത്തിറങ്ങിയത്. പേരൂർക്കടയിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയിൽ പങ്കെടുത്തവർ തെരഞ്ഞെടുത്തത് INUC സംസ്ഥാന കമ്മിറ്റി അംഗവും വാർഡ് പ്രസിഡന്റുമായ രാജേഷ് മണ്ണാമൂലയായിരുന്നു. എന്നാൽ KPCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവിയുടെ ഇടപെടലോടെ മണ്ണാമൂല രാജൻ ഇവിടെ സ്ഥാനാർത്ഥിയായി. ഇതോടെ രാജേഷ് വിമതനായി രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസം രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. വിജയപ്രതീക്ഷയാണ് ഇപ്പോൾ എനിക്കുള്ളത്. 95% കോൺഗ്രസ്സുകാരും എൻ്റെ കൂടെ ഇപ്പോൾ നിലകൊള്ളുകയാണ്. വിഴിഞ്ഞത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി NS നുസൂറാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. എന്നാൽ മുൻ കോൺഗ്രസ് കൗൺസിലർ സുധീർ ഖാൻ ഇവിടെ വിമതനായി ബഹുദൂരം മുന്നേറി കഴിഞ്ഞു. കുന്നുകുഴി സുരേഷ് വിമതനായി രംഗത്ത് വന്നു. ഇവിടെ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം പാർലമെന്റ് പ്രസിഡന്റ് വിനോദ് യേശുദാസ് ആണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. മണ്ണാമൂല രാജേഷ്, സുധീർ ഖാൻ, കുന്നുകുഴി സുരേഷ് എന്നിവരെ മാത്രമാണ് ഇതിനകം DCC പുറത്താക്കിയത്. പട്ടം വാർഡിൽ കോൺഗ്രസിനെതിരെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി രംഗത്ത് വന്നു. പലയിടത്തും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രവർത്തകരില്ലാത്തതാണ് UDFന് തലവേദനയാകുന്നത്. പ്രവർത്തകരാകട്ടെ വിമതർക്കൊപ്പമാണ്. തമ്പാനൂർ രവി, മന്ത്രി VS ശിവകുമാർ എന്നിവരുടെ ഇടപെടലാണ് ഇത്രയേറെ വിമതർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ രംഗത്ത് വരാൻ കാരണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.